ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ചു, ഒരു മിനിറ്റ് ഒക്കെ പ്രാർത്ഥിച്ചു കർത്താവിലേക്ക് വരാം. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യും. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ഇനി വചനം സംസാരിക്കുന്ന തന്നെ അനേകം ആൾക്കാർ കർത്താവിന് അറിയാനുള്ള കറ കൊടുക്കുന്നത് കർത്താവിന് നന്ദി പറയും. Heavenly Father, I pray the people those are watching online, especially from UK, Europe, and Africa, and North and South America and Asian countries. I pray for all the people right now. Thank you, God, you are touching the souls. Give you the anointing and power to each one of them, so that let them come to know you are the living God. In Jesus' name. Amen. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ നമുക്ക് കർത്താവ് തന്നതിനെ ഓർക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് കർത്താവ് വരുന്നത്. ഇന്നും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനോട് കർത്താവിന് നന്ദി പറയാം. ചെയ്തല്ലോ. ഹല്ലേലൂയ. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും ഒരു മിനിറ്റ് ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിനെ നമുക്ക് ഉത്സാഹിപ്പിക്കും. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിനെ അറിയാനായിട്ട് പറ്റും. ചെയ്തല്ലോ. നമ്മുടെ ഒരു ഷെയറിൽ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനായിട്ട് ഇടവരും. ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉത്സാഹിപ്പിക്കുന്നു. ഇത് സംസാരിക്കുന്നത് how do you know if God is working in your life? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒരു 5 പോയിന്റ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 2-3 സെഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളത്തിലും ഉണ്ട്. ഇന്ന് മലയാളത്തിൽ, അതേപോലെ തന്നെ സെയിം സെഷൻ നാളെ ഇംഗ്ലീഷ് എടുക്കുന്നതായിരിക്കും. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യും. ഒരു ദിവസം കൂടെ കർത്താവ് തന്നതിനൊക്കെ നന്ദി പറയാം. അപ്പൊ ഇതിൽ പറഞ്ഞു വെച്ചാല് ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം പോയിന്റ്സ് പറയുന്ന മുമ്പായിട്ട് അതിൽ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാല് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 verses 12. ഇതിൽ പറഞ്ഞ 1 പത്രോസ് 4 അധ്യായം അതിൽ 12 വാക്യം. ഇതിൽ പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഫെയിലിയേഴ്സ് വരുന്നു, പരാജയങ്ങൾ വരുന്നു. മനുഷ്യനോട് നമ്മൾ നോക്കും, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നു, ജീവിതത്തിലുണ്ടായിരുന്ന പരാജയങ്ങൾ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വിചാരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെയാ, അവർക്കൊരു കുഴപ്പമില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പരാജയങ്ങൾ വരുന്ന എല്ലാ ദിവസവും. ചെയ്തല്ലോ. ഒരിക്കലും ചിലപ്പോൾ വളരെ നാള് അങ്ങനെ നീണ്ടു നിൽക്കും, ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ മാത്രം ഇത്രമാത്രം പരീക്ഷകളും പരാജയങ്ങളും വരാൻ കാര്യം എന്ന് വെച്ചാൽ, അതൊന്നാമത്തെ കാര്യം, കർത്താവിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Our God is working on you in your life. Praise the Lord. Hallelujah. Because the reason why you are facing lots of troubles and failures in your life, praise the Lord, because our God want to use you. Our God is having a special plan about your life. Praise the Lord. Hallelujah. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫെയിലിയേഴ്സ് വരുവാണെങ്കിൽ ഒരു വിധത്തിന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്തത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം കർത്താവിന് വ്യക്തതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും കർത്താവിന് വ്യക്തമായിട്ട് അറിയാതെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ, ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടോ, പരാജയങ്ങൾ വന്നിട്ടുണ്ടോ, പ്രൈസ് ദി ലോർഡ്, എല്ലാവരും ഒറ്റപ്പെടുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ടോ, അവിടെയെല്ലാം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ആ അവസ്ഥയല്ല നോക്കണം, അതിലൂടെ കർത്താവിന് നമ്മൾ മാറ്റം കൊടുക്കണം. We have to give the thanks and glory to Lord when you are facing the persecutions, the failures, the difficult situations, when you are walking through the famine, when you are walking in the famine, praise the Lord, famine time. Some kind of, sometimes that you will be facing troubles to meet your expenses. Praise the Lord. Hallelujah. So all these things we have to give the thanks and praise the Lord. എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ അതിനെല്ലാം കർത്താവിന് നമ്മൾ താങ്ക്സ് പറയണം. കാരണം എന്ന് വെച്ചാൽ കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മാത്രമല്ല, കർത്താവിന്റെ സ്പെഷ്യൽ പ്ലാനിങ്ങിലും പദ്ധതിയിലൂടെയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടോ, എത്രമാത്രം പരാജയങ്ങൾ വന്നിട്ടുണ്ടോ, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് നമ്മളെ അതിലൂടെ നമുക്ക് പഠിപ്പിച്ച്
നമ്മളെ ദൈവരാജ്യത്തിനോട് ശക്തനായിട്ട് നിർത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് പ്രധാനം പറയുന്നത് 1 പത്രോസ് 4 വാക്യം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 വേഴ്സസ് 12. ഇതിൽ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അതിൽ നമ്മൾ ഒരു നമുക്കൊരു പ്രശ്നത്തെ അതിൽ തന്നെ മുങ്ങിക്കിടന്ന് നമ്മൾ അതിനെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കരുത്. അതിലൊന്നും കർത്താവിന്റെ വാഗ്ദത്ത വചനത്തിലേക്ക് നമ്മൾ വരണം. വാഗ്ദത്ത വചനം നമ്മൾ മുറുകെ പിടിക്കണം. കർത്താവ് തന്ന പ്രോമിസുകൾ നമ്മൾ മുറുകെ പിടിക്കണം. ആ ദൈവവേലയിൽ വീണ്ടും ശക്തിപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതങ്ങനെയാണ് ദൈവത്തിന് വിശുദ്ധാത്മാവ് പറയുന്നത്. അതാണ് ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സസ് 1. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എബ്രായ ലേഖനം അതിൽ 12 അധ്യായം 1 വാക്യം പറഞ്ഞാൽ, ആകയാൽ നാമം സാക്ഷികളുടെ എത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതാണ് പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ മുമ്പില് നമ്മൾ തന്നെയല്ല കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന, നമ്മൾ തന്നെയല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വലിയ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ദൈവത്തിന് വിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാക്ഷികളുടെ വലിയ സമൂഹം പഴയ നിയമത്തിൽ നമുക്കറിയാം. പഴയ നിയമത്തിലെ സാക്ഷി വലിയ സാക്ഷിയായിരുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, സോളമൻ. സോളമൻ എത്രയായിരുന്നു? ദാവീദ് രാജാവ്. അപ്പം നമുക്കറിയാം പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാര് മൊത്തം അവര് മൊത്തം പല രീതിയിലുള്ള പരീക്ഷകളെ കടന്നുപോയി. പ്രവാചകന്മാര് കടന്നുപോയി. മരണഭീതിയിൽ, മരണത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി. പിതാവായ യഹോവയിൽ വിശ്വസിച്ച ഒറ്റക്കാരൻ ദാനിയേലിനൊക്കെ സിംഹക്കൂട്ടിൽ എറിയപ്പെട്ടു. ശദ്രക്ക്, മേശക്ക്, അബ്ദനെഗോ ഇവര് തീച്ചൂളയിലേക്ക് അവർ എറിയപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാല് അവരെല്ലാം കർത്താവിന് വേണ്ടി നിന്നോ, കർത്താവിന്റെ സ്പെഷ്യൽ പദ്ധതിയിലേക്ക് ആ രാജ്യത്തെ മൊത്തം കർത്താവിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ പ്രോസിക്യൂഷനിലേക്ക് അവർ മാറി. പക്ഷെ എന്നാലും കർത്താവിന്റെ നാമം അവർ വിട്ടുകളഞ്ഞില്ല. കർത്താവിന്റെ നാമം മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമാണ് പ്രോസിക്യൂഷൻ വരുന്നതും. പ്രോസിക്യൂഷൻ വന്നു കഴിഞ്ഞാലും നമുക്കറിയാം അത് അതിൽ നിന്ന് അവർ തകർന്നു പോകത്തില്ല. അതാണ് ഇന്ന് കർത്താവിന്റെ വേല നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾ കർത്താവിന്റെ ദൈവവേല നിൽക്കുവാണെങ്കിൽ അത്രമാത്രം നിങ്ങളെ തകർക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരും. നമ്മളോട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ തന്നെ വരും നമ്മളെ ഇല്ലാതാക്കാനായിട്ട്. പക്ഷെ കർത്താവ് നമുക്കിവിടെ ഒരു വഴി തുറന്നു വരും. നമുക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറന്നു വരും. ഒരു കൊയ്ത്ത് കർത്താവ് നമുക്ക് വേണ്ടി വെക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ഗോഡ്. ഗ്ലോറി ബി ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനൊക്കെ ദൈവവേല ആരംഭിച്ച് കഴിയുമ്പോൾ 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. 2016 ഡിസംബറിലാണ് ഞാൻ കർത്താവിനെ പ്രഘോഷിക്കുന്നത്. സ്റ്റേറ്റിലൊക്കെ കർത്താവിനെ പ്രഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പ്രഘോഷിച്ച് അതിനുശേഷവും ഒത്തിരി പ്രോസിക്യൂഷനും അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രോസിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും ശത്രുക്കള്, ഞാൻ തന്നെ കർത്താവിനെ അറിഞ്ഞ് രക്ഷയോട് സ്നാനപ്പെടാൻ വന്ന കാര്യം 2012 ഡൈവേഴ്സായി. അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. ആ റീസണാണ് കർത്താവ്. നമ്മൾ ദൈവവേലയിലേക്ക് വരുവാനായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ റീസണാണ്. എന്നെ നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്ന കാര്യമല്ല. ചെയ്തല്ലോ. അപ്പം കർത്താവ് റീസൺ ആകുന്നു നമ്മൾ ദൈവവേലയിലേക്ക് വരുവാനായിട്ട്. അത് ചെയ്ത് ഈ ഒരു ട്രാജഡി എൻ്റെ ജീവിതത്തിൽ ഒരു എന്ന് പറഞ്ഞാൽ ദൈവവേലയിലേക്ക് വരുവാനായിട്ട് കർത്താവിന്റെ കോളിങ്ങിലേക്കുള്ള ഒരു പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. തുടർമാനോട്ട് രക്ഷയിലേക്ക് ഒന്ന് രക്ഷിക്കപ്പെട്ട് മുഴുവനും എൻ്റെ ജീവിതത്തിൽ ആ ട്രാജഡി വന്നില്ലായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാനുള്ള കൃപ കർത്താവ് തന്നു. തുടർമാനമായിട്ട് കർത്താവിന്റെ വചനം 2016 തൊട്ട് കർത്താവിന്റെ വചനം പല സ്ഥലങ്ങളും പ്രഘോഷിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. 16 തൊട്ട് അനേകം ആൾക്കാരെയും ചർച്ചകളടക്കം എൻകറേജ് ചെയ്യാനുള്ള കൃപ കർത്താവ് തന്നു. പല സ്ഥലങ്ങളിലും കർത്താവിനെ പ്രഘോഷിക്കാനുള്ള കൃപ തന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവ വേലയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് കർത്താവ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഒത്തിരി ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറ്റാക്കുകൾ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചർച്ചുകൾ ആളെ വിട്ടിട്ട്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് കർത്താവിനെ അറിഞ്ഞത്, ചർച്ചുകളിൽ ആളെ വിട്ടിട്ട് എൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കും. എനിക്കെതിരെ വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കും. സ്ട്രീറ്റുകളിൽ ശല്യം ചെയ്യട്ടെ, ക്യാമറ റെക്കോർഡ് ചെയ്യണം. അത് കാരണം ആരും മറന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡീറ്റെയിൽ എടുത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിസയുടെ മേഖല ഇല്ലാതാക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാമ്പത്തിക മേഖല ഇല്ലാതാക്കാൻ ശ്രമിക്കും. വരുമാന മാർഗങ്ങൾ തകർക്കാൻ ശ്രമിക്കും.
എന്തൊക്കെ രീതിയിൽ അന്ധകാരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നു. കർത്താവ് നമ്മളെ കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ശത്രുക്കളെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും കർത്താവിന്റെ അഭിഷക്തരെ കർത്താവ് സഹായിച്ച് കർത്താവിന്റെ വാഗ്ദത്ത നിവർത്തി കർത്താവ് നിറവേറ്റി തരും. അവരെ ഈ ലോകത്തിൽ നിന്ന്, അതാണ് ഇസ്രായേൽ ജനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈജിപ്ഷ്യൻ ആർമിയെ തകർത്ത് ഇല്ലാതാക്കിയിട്ടാണ് വാഗ്ദത്തത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആർക്ക് എന്തൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഹല്ലേലൂയ, അപ്പം കർത്താവ് ആ ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് കർത്താവ് എനിക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യും. അതാണ് നമ്മുടെ ജന്മമായി. എനിക്ക് മാത്രമല്ല, ദൈവവേല കർത്താവിന് പദ്ധതി എൻ്റെ കർത്താവ് വിളിച്ചപ്പെട്ട ആൾക്കാർ മാത്രം. ഇത്രമാത്രം ട്രയൽസിലൂടെ കടന്നു പോയിട്ടും കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു? ഒരിക്കലും തള്ളിപ്പറയേണ്ട കാര്യം. എല്ലാം കർത്താവ് അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കർത്താവ് അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് പറയുന്നു. അപ്പം ഇനി സംഭവിച്ച കാര്യങ്ങൾ കർത്താവ് അറിയുന്നു, സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് അറിയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്നത്തെ അവസ്ഥയോർത്ത് നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടരുത്. അതാണ് പറഞ്ഞത്. ഞാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന അവസരത്തിൽ ഇപ്പൊ കർത്താവ് പറയാണ്, കർത്താവ് വചനം, ഞാൻ നിനക്കായി കരുതിയാൽ നിന്റെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ, എൻ്റെ മേലിട്ടുകൊള്ളുവിൻ എന്ന് ദൈവത്തിന് വെച്ചുത്താത്മാവ് പറയുന്നു. അപ്പം കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവം. നമുക്ക് വചനം തന്ന് വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവം. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ട് ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്, ഒരിക്കലും കൊല്ലത്തില്ല. എത്ര മരുഭൂമി അനുഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. അവൻ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഒറ്റ കാരണത്താലും ഞാൻ അവനെ വിളിക്കും. അതാണ് പറയുന്നത്. അപ്പം ദൈവനാമത്തെ വിളിക്കുന്ന ഒരാളും തകരത്തില്ല. ദൈവനാമത്തെ വിളിച്ചു കഴിഞ്ഞാലും ഇപ്പം എനിക്ക് നാട്ടിൽ ഇപ്പോഴും എനിക്കെതിരെ കോർട്ട് കേസുണ്ട്. അപ്പൊ എന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് വിഷമിച്ചിരിക്കുകയാണ്. എന്നതൊക്കെ നാട്ടിൽ ഇപ്പൊ പോകുന്ന കാലത്ത് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് പോകുന്ന കാലത്താണെങ്കിൽ അത് കർത്താവ് തന്നെ മാറ്റും. എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് ഞാൻ പകുവെച്ച് പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കാനായിട്ട് എത്രമാത്രം ആൾക്കാർ ശ്രമിച്ചു, നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് കർത്താവ് തന്നെ നമ്മളെ വിടുവിക്കും. അതാണ് വിടുവിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ കർത്താവിന്റെ നിത്യ പദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഗത വംശവും വിശുദ്ധ ജനമായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ പറയും, നമ്മളെ മുമ്പേ ജാതികളായിരുന്നു, ജനമല്ലായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തികളാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ് നമ്മള്. അതുകൊണ്ട് തന്നെ ഇന്ന് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഒരു വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കാരണം കർത്താവിന്റെ ആ സ്പെഷ്യൽ കോളിങ്ങിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. If you are facing any other trials today, any other troubles in your life today, any other persecutions in your life today, according to the Bible, I can say to all the people right now, nothing to worry anything about your life. You are walking, the more you are facing persecutions, the more you are facing the loneliness, the more you are facing the rejection. According to the Bible, what I want to say, I want to say to you, you are walking, you are reaching to your destination. Praise the Lord. You are walking to your destination. That means our God is controlling on your life. Our God is taking care of your life. Praise the Lord. Our God is taking care. That means our God is going to use you in an extraordinary way. Praise the Lord. Within a shortest time. This is a way we have to respond to your persecution, to your rejections, when you're facing the jobless problem, the various cancer situations, and including the infirmities of sickness or whatever you are facing in your life. You have to say to the Lord, oh God, I want to give the thanks and praise to the Lord. Praise the Lord. Because of this reason, thank you for your revealing your glory in my life. Praise the Lord. അതാണ് നമ്മൾ ഈ രീതിയിൽ കർത്താവിന് നമ്മൾ പറയണം, കർത്താവിന് മഹത്വം കൊടുക്കണം. കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ ഗണങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് എത്രമാത്രം ബുദ്ധിമുട്ട്. ഇപ്പൊ അനേകം ആൾക്കാർ വിളിക്കാറുണ്ട്, വിസ ഇല്ല, ഞാൻ എന്ത് ചെയ്യണം, ജീവിക്കാൻ നോക്കിയില്ല. ഞാനൊക്കെ ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് വിസ വരില്ലായിരുന്നു. എന്നെ പെർമനന്റ് റെസിഡൻസി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴും അത് പെൻഡിങ് ആണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും. ശത്രുക്കൾ എത്ര തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശത്രുക്കൾ എത്ര തകർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സോഴ്സെറ്റർ വഴിയായിട്ട് അവരിലൂടെ പൈസ കൊടുത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമ്മൾ ഡിജിറ്റൽ എടുത്ത് ഇല്ലാതാൻ ശ്രമിക്കും. ഞാൻ പോകുന്ന വഴിക്ക് ചേസ് ചെയ്ത് പോകുന്ന വഴികളെ അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവർക്കൊന്നും നമ്മളെ ഒരു പരിധി വരെ നമുക്ക് അത്യന്തമായിട്ട് ഇവർക്ക് നമ്മളെ തകർക്കാനായിട്ട് പറ്റത്തില്ല. അത് അവരെ തന്നെ തകർന്ന് വീഴുന്നതിന് അവരെ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, നമ്മുടെ വഴികളെ നമ്മളെ കാത്തു പരിപാലിക്കാനാണ് തന്റെ ഭൂതഗണങ്ങളെ കർത്താവ് അയക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മളെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തകർത്ത്, കാരണം കർത്താവിന്റെ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്, ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കണം, കർത്താവിന്റെ സ്പെഷ്യൽ കോളിങ്ങിലേക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ കാരണത്താൽ ദൈവത്തിന് താങ്ക്സും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒരു മിനിറ്റ് ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. അനേകം ആൾക്കാർ വിളിക്കാറുണ്ട്, പക്ഷേ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഒരേ ഒരു കാര്യം അവരോട് പറയുന്നുണ്ട്, പ്രൈസിലോ കർത്താവിന് മഹത്വം കൊടുക്കണം. പ്രൈസിലോ കർത്താവിന് മഹത്വം കൊടുത്ത് ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുകൾ കർത്താവ് നാളെ നമുക്ക് വലിയൊരു സാക്ഷ്യത്തിനായിട്ട് മാറ്റും. അങ്ങനെയാണ് പഴയ നിയമത്തെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നടന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത് ഹെബ്രായർ ലേഖനം 12:1 പറയുന്നത്, ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 12:1. ഇതിൽ പറയുന്നത് വെച്ചാൽ, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് കൊടുക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഫെയിലിയേഴ്സ്, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഒത്തിരി ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ സ്പെഷ്യൽ കോഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാണ്. അവർ ഗോഡ് വാണ്ട് ടു ടീച്ച് സംതിങ് ഇൻ യുവർ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സ്പെഷ്യൽ കോളിങ്ങിലേക്ക് വരണമെങ്കിൽ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ കർത്താവിന്റെ ചട്ടങ്ങളും കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു നമ്മളെല്ലാവരും. ഇതിൽ പറഞ്ഞാൽ 2 Corinthians chapter 3:18 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 Corinthians ലേഖനം 3:18 പറയുന്നത് തന്നെ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇന്നത്തെ കഷ്ടത്തിന് ശേഷം പ്രൈസ് ദി ലോർഡ് നിത്യ മഹിമ, നിത്യ തേജസ്, ഒരു മാന്യത കർത്താവ് തരുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ബൈബിളിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം നമ്മൾ നിന്ദിച്ചവരുടെ മുമ്പിൽ കർത്താവ് മാനിക്കുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ്. നമുക്ക് യാക്കോബിന്റെ ജീവിതം നോക്കുക. പഴയ നിയമത്തില് യാക്കോബ് ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം കർത്താവ് യാക്കോബിന് 7 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടതെല്ലാം യാക്കോബിന് തിരിച്ചു കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഭാര്യമാര് യാക്കോബിനുണ്ടായി, ഒത്തിരി മക്കളുണ്ടായി, പിള്ളേരുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതാണ് യാക്കോബ് ഗ്രഹത്തിൽ നിന്ന് യാക്കോബിന്റെ പേര് തന്നെ കർത്താവ് മാറ്റി, ഇസ്രായേൽ എന്നുള്ള പേര് മാറ്റി. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് ഒരു 12 ഗോത്രങ്ങള് യാക്കോബിലൂടെ യാക്കോബിലൂടെ ഉത്ഭവിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഇടവരുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് ആ 10-20 വർഷം കഷ്ടം സഹിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് എങ്ങനെ ഈ രീതിയിലേക്ക് വരാനായിട്ട് പറ്റുമായിരുന്നു? നമുക്കറിയാം, ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മരുഭൂമി അനുഭവമുണ്ട് അതിന്റെ പുറയില്. യേശുക്രിസ്തു നിത്യ ഗ്ലോറി ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ് അതിന്റെ പുറയിൽ ഒരു മരണം ഉണ്ടായിരുന്നു, ഒരു ക്രൂസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രൂസിഫിക്കേഷനിലൂടെ മാത്രമേ ഒരു ഗ്ലോറി വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളിലൂടെ മാത്രമേ കർത്താവിന്റെ പദ്ധതി നമ്മളോട് വെളിപ്പെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം, ജോസഫിന്റെ കാര്യം നമുക്ക് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39 verse 6 ഇത് പറഞ്ഞ ഉൽപ്പത്തിയുടെ പുസ്തകം 39 അതിൽ 6 വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഉള്ളതൊക്കെയും ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ തന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. പോത്തിഫറിന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫിനെ നമുക്കറിയാം, ജോസഫിന്റെ കഥ നമുക്കറിയാം, കഥയല്ല, നടന്ന സംഭവമാണ്. അത് നമുക്കറിയാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദരന്മാർ ജോസഫിനെ കർത്താവ് സ്വപ്നം കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് 1-2 സ്വപ്നം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാര് മൊത്തം മുമ്പിൽ വന്ന് നിൽക്കുന്നതായ സ്വപ്നം. ആ സ്വപ്നത്തെ പ്രതി, കർത്താവ് കൊടുത്ത സ്വപ്നത്തെ പ്രതി വീട്ടുകാരെ മൊത്തം, സഹോദരൻ മൊത്തം ജോസഫിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചു, ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് പൈസയ്ക്ക് വിറ്റു. ആ പൈസ മേടിച്ച്, പച്ച മലയാളത്തിൽ പറയാണ്, പൈസ മേടിച്ച് അവർ ഭക്ഷണം കഴിച്ചെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പൈസ മേടിച്ച് അവരെ പൈസയ്ക്ക് വിറ്റു, സ്വന്തം സഹോദരൻ വിറ്റു. എന്ന് കഴിഞ്ഞാൽ അവരെ അവസ്ഥയിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞു. ആ ഒരു അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളയുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ജോസഫിന് പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ജോസഫ് ഒരു സ്വപ്നം കണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്വപ്നത്തിൽ ജോസഫ് ഉറച്ചു നിന്നിരുന്നു.
ഈ വക കഷ്ടങ്ങളും ഈ വക ബുദ്ധിമുട്ടുകളും എല്ലാം ജോസഫിന്റെ ജീവിതത്തിൽ വരുമെന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജോസഫിനെ അറിയത്തില്ലായിരുന്നു എങ്കിൽ തന്നെയും ആ സ്വപ്നത്തിൽ ജോസഫ് ഓർച്ചത്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരത്തില്ല. ആ വലിയ കഷ്ടതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നിൽക്കത്തില്ല. സ്വപ്നങ്ങൾ തരും, അതിന്റെ ചിലപ്പോൾ ഉടക്കം കാണിച്ചു തരും, അതിന്റെ തുടക്കവും ജസ്റ്റ് കാണിച്ചു തരും, പിന്നെ അതിന്റെ ഫിനിഷ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണിക്കും. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തരത്തില്ല. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ അതിലും അപ്പം നമ്മൾ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒത്തിരി പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രൈസ് ലോർഡ്. ആ പരീക്ഷയ്ക്കുള്ളിലൂടെ നമ്മൾ നടന്നു നീങ്ങണം. പ്രൈസ് ലോർഡ്. ഈ സ്വപ്നത്തിൽ കർത്താവിന്റെ വാഗ്ദത്തത്തിൽ നിൽക്കണം നമ്മൾ. അതാണ് അബ്രാഹം. അബ്രാഹത്തിനെ നോക്കി, നമ്മൾ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായി, മക്കളില്ലാത്ത അവസ്ഥ. 25 വർഷത്തിന് ശേഷം അബ്രാഹത്തിന് കർത്താവ് സ്വന്തം മകനെ കൊടുത്തു. ആ മകനെ ബലി കഴിക്കാനായിട്ട് പറഞ്ഞു. ഈ സ്വന്തം മകനിലൂടെ ഈ ദേശവും അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവ് വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം കഴിഞ്ഞിട്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സ്വന്തം മകനെ ബലി കഴിക്കാനായിട്ട് കർത്താവ് അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നു. പ്രൈസ് ലോർഡ്. അപ്പം അബ്രാഹം എന്ത് കഴിഞ്ഞു? അബ്രാഹം വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. പ്രൈസ് ലോർഡ്. അതാണ് ഇത് പറയുന്നത്. എബ്രായർ ലേഖനം ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സസ് 1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ജോലിയില്ലാത്ത അവസ്ഥ വന്നോ? നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. നമ്മൾ ആത്മാവിലുള്ള പ്രാർത്ഥന നിർത്തരുത്. ഞാനൊക്കെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ സാത്താന്യ കോട്ടകളൊക്കെ വിറകാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ സാറിന് കൃത്യ ടൈം വെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാറില്ല. പക്ഷേ കൃത്യ ടൈം വെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ദൈവത്തെ നമുക്കറിയാം അന്ധകാരശക്തിയിൽ ഞെട്ടി പറയ്ക്കാൻ തുടങ്ങി. വലിയ പ്രശ്നം ജീവിതത്തിലുണ്ടായി, വലിയ പ്രശ്നം ജീവിതത്തിലുണ്ടായി. അതേപോലെ നമ്മൾ അന്ധകാരശക്തി നമ്മൾ എടുത്തെടുക്കില്ല. പക്ഷെ നമ്മൾ വിട്ട് മാറരുത്. നമ്മൾ വീണ്ടും ആത്മാവിൽ സ്തുതിക്കണം. ആത്മാവിൽ സ്തുതിക്കുന്നത് നമ്മൾ സൃഷ്ടിച്ചവനായ ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മൾ ഷിക്കല്ലത്ത ശന്തത്ത ബദ്ധക്കല്ല ദൂച്ചക്കരത്ത മതകലാതി ദബന കുത്തത്ത പഞ്ചലകരാതി നമ്മൾ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സാത്താന്യ കോട്ടകൾ മൊത്തം തകരും. ഈ സാത്താന്യ കോട്ടകൾ മൊത്തം ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ വഴിയായിട്ട് നമ്മൾക്ക് എതിരായിട്ട് നിൽക്കുന്ന വഴിയായിട്ട്, അനുകൂലമായിട്ട് നിൽക്കുന്ന വഴിയായിട്ട് നമുക്കെതിരെ പരമാവധി ശ്രമിക്കും. നമ്മുടെ ബിസിനസ്സുകളും എല്ലാം ശൂന്യമാകും. ഇനി എന്ത് ചെയ്യുന്നു സ്ഥിതിയിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എങ്കിലും നമ്മൾ കർത്താവിന്റെ ആശ്രയം വിട്ട് കളയരുത്. അന്ധകാര ശക്തി കർത്താവ് തകർക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എത്ര ബുദ്ധിമുട്ടിക്കൂടെ വന്നു പോയി കഴിഞ്ഞാലും നിങ്ങൾ ആത്മാവിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണോ, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൈ കർത്താവ് ഫ്രീസ് ചെയ്യും. അവരെ വേണമെങ്കിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തും. അവരുടെ തലമുറകളെ വേണ്ടി കർത്താവ് മാറ്റിപ്പെടുത്തിയിട്ട് വാഗ്ദത്തത്തിലുള്ള നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. രാജ്യത്തിന്റെ നിയമങ്ങൾ മാറ്റി എഴുതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാവിലുള്ള പ്രാർത്ഥന നിർത്തരുത്. എത്രമാത്രം പ്രാർത്ഥിക്കാം. മിനിമം 1 hour നമ്മൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ കർത്താവിനോട് സംസാരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പോകേണ്ട വഴികളൊക്കെ പറഞ്ഞു വരും. നമുക്ക് ദൃഷ്ടി വെച്ച് നമ്മുടെ ആലോചനകൾ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ശത്രുക്കളെ കണ്ണ് കർത്താവ് തന്നെ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, സിസ്റ്റമാറ്റിക് ആയിട്ട്. പ്രൈസ് ദി ലോർഡ്. ടൈം വെച്ച് എല്ലാ ദിവസവും തുടങ്ങി. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ എന്റെ യൂട്യൂബ് ഹാക്ക് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കാരണം ചില സമയത്തേക്ക് ഞാൻ യൂട്യൂബ് ഒക്കെ വെച്ചിട്ട് ഈ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കാറുണ്ട്. ചിലവന്ത് വെച്ച് പ്രാർത്ഥിക്കാറില്ല, ചിലവന്ത് തന്നെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരോടൊപ്പം പ്രാർത്ഥിക്കില്ലെങ്കിൽ നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പം, തന്നെയാണെങ്കിലും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ യൂട്യൂബ് ചാനൽ മൊത്തം അത് ഡിസേബിൾ ആക്കി. അതാണ് അന്താഴ്ച ചെയ്തിട്ടുള്ളത്. അന്താഴ്ചത്തെ സംബന്ധിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാല് യൂട്യൂബിന്റെ ആ ചാനലിന്റെ ആ വീഡിയോകൾ അന്വേഷിച്ച് പ്രവർത്തിക്കുന്ന ഞാനത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒപ്പം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് പിശാചിന്റെ പൊട്ട ബുദ്ധി നോക്കണം. കാരണം വെച്ചാല് അത് നോക്കി അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. അത് എന്ന് പറഞ്ഞാല് നമ്മൾ ആത്മാവിന് നമ്മൾ അത് വെക്കണമെങ്കിൽ വേണമെങ്കിൽ വെക്കാം, അത്രേ ഉള്ളൂ. സ്പെഷ്യലി വെക്കണ്ട. കാരണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവ് നമുക്ക് ആത്മീയ വരം തന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മറ്റുള്ളവരെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ നമുക്ക് ഇടയ്ക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ തന്നെയും പ്രാർത്ഥിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ അന്താഴ്ചത്തിന് ഇരിച്ചിട്ടിരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ അത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അന്യഭാഷ മറ്റുള്ളവർ സംസാരിക്കുന്നത്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, പ്രേയിങ് ടങ്സ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് ഓപ്പൺ ചെയ്തിട്ട് അതിനോടൊപ്പം ഞാൻ സ്തുതിക്കുമായിരുന്നു. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇവര് ഇരുന്നിട്ടുണ്ട്. കർത്താവിന്റെ മർമ്മങ്ങൾ അമ്പുവാഴ്ച കോട്ടകൾ കർത്താവ് തകർത്ത് കളയുന്ന ആ
പ്രേയിങ് ഇൻ ടങ്, പ്രേ ഇൻ സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. അത് മറ്റുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നമുക്കറിയാം, നിങ്ങൾ മിനിമം രാവിലെ കേൾക്കുമ്പോൾ മിനിമം 1 മണിക്കൂർ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ആർ പ്രൈസിങ് ഇൻ ടങ്, താങ്ക് യു പാസ്റ്റർ രാജമാണി, ഓക്കെ, വെൻ യു ആർ പ്രൈസിങ് ഇൻ ടങ്, then what are the benefits you are going to receive? You will not get any other tensions. You will not get any other worries, any other disappointment. You will not feel any other anxiety in your life. You will be having the hope in your life. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ചിലപ്പോൾ ഒരു കുറെ നാൾ ഭക്ഷണം കഴിച്ചില്ല എന്ന് തരും, അങ്ങനെ ഉണ്ടാതില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിംഹക്കുട്ടിയെ ഇരകെട്ടാതരയും കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നേ ഒരു കുറവുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ദൈവം തന്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പുതിയ വഴികൾ കർത്താവ് തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതുകൊണ്ട് തന്നെ നമ്മള് അപ്പൊ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് മാനേജ് ചെയ്യും. അതിൽ നിന്നെല്ലാം കർത്താവ് കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്യാൻ കാരണം വെച്ചാൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൈകൾ തകർത്തിട്ട കർത്താവ് നമുക്ക് എടുക്കും. അവരെ വായ അടച്ചിട്ട കർത്താവ് പറയും. ചിലപ്പോൾ മെഡിക്കൽ സയൻസ് വരെ അവരുടെ അസുഖത്തെ റിജക്റ്റ് ചെയ്യും, അവർ നിലവിളിക്കും, അവരവസ്ഥ കർത്താവ് ഉണ്ടാക്കും. കാരണം കർത്താവിന്റെ അഭിഷിക്തന്മാർക്കെതിരെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ കർത്താവ് എത്ര മരുഭൂമി അവസ്ഥ വന്നു കഴിഞ്ഞാലും കർത്താവിൽ ആശ്രയം നമ്മൾ വിട്ടുകളയരുത്. വി ഹാവ് ടു ഗോ ഫോർവേഡ്. യു ആർ walking in the special calling of Jesus Christ. Praise the Lord. The devil cannot able to destroy your life. First John chapter 5 Bible saying, by your faith, by believing that Jesus Christ is your Lord and Savior, you are a more than a conqueror in Christ Jesus. നമ്മൾ യേശു ക്രിസ്തുവിലെ വിശ്വാസം നമ്മൾ ജയാളികളാണെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് വിരോധമായിട്ടൊക്കെ നോരായതും വലിക്കത്തില്ല. ഒരന്താഴ്ച ആൾക്കാരെ തടിയും ബലവും ഈ ബാങ്ക് ബാലൻസും നമ്മൾ നോക്കാനായിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ജഡ്ജിയുടെ ശക്തിയും വലുപ്പവും നോക്കാൻ നമ്മൾ പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശക്തിയാണ് നോക്കേണ്ടത്, കർത്താവിന്റെ വലുപ്പമാണ് നോക്കുന്നത്. നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവത്തിന്റെ ശക്തി നോക്കുമ്പോൾ ഈ ദൈവത്താൽ നമ്മൾ വീര്യം പ്രവർത്തിക്കും. ഈ ദൈവം നമ്മളെ സഹായിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മുടെ കോളിങ്ങിൽ വിളിച്ചിട്ടുണ്ടെന്ന്, കർത്താവിന്റെ സ്പെഷ്യൽ കോളിങ്ങിലാണെന്ന് നമ്മൾ അറിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം ഒന്നുമില്ലാത്ത അവസ്ഥ വരും. ഇന്ന് കർത്താവ് ഉപയോഗിക്കുന്ന ദൈവദാസന്മാരായിരിക്കും ഉണ്ടോ നിങ്ങൾ നോക്കിയോ, ജീവിതം സീറോയ അവസ്ഥയാണ്, ഒന്നുമില്ലാത്ത സീറോയ അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും താഴെപ്പെട്ട അവസ്ഥ. ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട ആൾക്കാർ അവര് പേരും ചെളി വാരിയാണ്, എല്ലാ സോഷ്യൽ മീഡിയ എല്ലാം തകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ എങ്കിലും കർത്താവ് നമുക്ക് കൂടി ഒരു നൂൽപ്പാലം വെക്കും. നമുക്ക് രക്ഷപ്പെടാനായിട്ട് നൂൽപ്പാലം കർത്താവ് വെക്കും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയുള്ള ആൾക്കാർക്ക് നമ്മളോട് അനുകമ്പ തോന്നാൻ കർത്താവ് ഇടവരുത്തും. അതാണ് ജോസഫിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യാണ്ട് ഉത്സാഹിപ്പിക്കുന്നു. 10 മിനിറ്റോട് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഇതൊരു 5 പോയിന്റാണ്, 5 സെഷനായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫിന്റെ ജീവിതം പറയണ, ജോസഫിന്റെ ജീവിതം കർത്താവ് പറഞ്ഞാൽ തനിക്കുള്ളതല്ലേ ഉൽപ്പത്തി ദിവസം ജെൻസി ചാപ്റ്റർ 39 വേഴ്സ് 6. ജോസഫിന് ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു. കർത്താവിന്റെ വലിയ കാര്യം കർത്താവ് സാധിച്ചു കൊടുക്കാനായിട്ട് ജോസഫിനെ സീറോ ആക്കി. അതുകൊണ്ട് ജോസഫിന് എന്തെങ്കിലും പറ്റിയോ? ഒരു ചുക്കും പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. പോയ സ്ഥലങ്ങളുടെ മൊത്തം രാജകീയ സ്വീകരണമാണ് ജോസഫിനെ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് വിളിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിതം എവിടെ നമ്മൾ ഏത് ചെളിക്കുഴി വീണ് കഴിഞ്ഞാലും നമ്മളെ കരുതാൻ കർത്താവ് ആൾക്കാരെ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Our God will appoint somebody for you. They will come and help you. Praise the Lord. Hallelujah. You don't need to do anything, worry anything about in your life. Praise the Lord. Our God is in control in your life. അതാണ് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞാല് ഉൽപ്പത്തി ദിവസം 39 ജെൻസി ചാപ്റ്റർ 39 verses 6. The same thing I'll be preaching in English tomorrow. Praise the Lord. Hallelujah. So the people, those who are watching online, I will be preaching in English. The same thing tomorrow in English. Praise the Lord. Hallelujah. ഈ പറഞ്ഞു കഴിഞ്ഞാല് അപ്പം ഉൽപ്പത്തി ദിവസം ബുക്ക് ഓഫ് ജെൻസി ചാപ്റ്റർ 39 verses 7 ഇതിൽ പറയുന്നത് ജോസഫിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ജോസഫിനെ ഇസ്രായേൽജനത്തിന് അവിടെ ജോസഫിനെ വിറ്റു. ഇസ്രായേൽജനത്തിനല്ല, ജോസഫിനെ വിറ്റ് കളഞ്ഞു, സഹോദരന്മാർ വിറ്റു. ഓക്കെ, സഹോദരന്മാർ വിറ്റ് കഴിഞ്ഞപ്പോൾ ജോസഫ് പൊത്തിഫറിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പം
അവിടെ ചെന്ന് പുത്രന്റെ വായിരുന്നു ബുക്കൽ ജെൻസിസ് ചാപ്റ്റർ 39 വേഴ്സസ് 7 39 അതേ ഇടമാക്കി ജോസഫ് കോമളനും മനോഹര രോഗിയുമായിരുന്നത് കൊണ്ട് യജമാന്റെ ഭാര്യ ജോസഫിന്റെ മേൽ കണ്ണുപതിച്ചു. എന്നെ പോലെ ഞാൻ ചുമ്മാ പതിച്ചു, എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. പ്രൈസ്ലോട്ട് ഹാലേ. അന്ധകാരശക്തി നമ്മൾ കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഇരിക്കുന്നുണ്ടോ, പരീക്ഷകൾ വരും. പ്രൈസ്ലോട്ട് ഹാലേലിയ. അപ്പൊ നമുക്ക് ലെസ്റ്റിന്റെ ദുരാത്മാവ് നമ്മളെ കീഴടക്കാനായിട്ട് വരും. പല മേൽ ഇതാണ് ദൈവദാസന്മാർ ഇന്ന് ശുശ്രൂഷയിലെ പരാജയപ്പെട്ട് പോണ കാര്യം വെച്ചാല് ലെസ്റ്റിന്റെ ദുരാത്മാവിൽ ഒന്ന് കീഴടക്കിയിട്ട് അവരെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ദുരാത്മ ശക്തി. പ്രൈസ്ലോട്ട്. കർത്താവിനോട് പ്രാർത്ഥിച്ച കർത്താവ് ഇതിൽ നിന്ന് വിടുതൽ തരും. അനേകം ശുശ്രൂഷകരുടെ കോളിങ്ങിലേക്ക് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ പിശാച് ദൈവദാസന്മാരെ കർത്താവിന്റെ വേലയായിരിക്കുന്നത് വീഴ്ത്തുന്ന ഒരേ ഒരു കാര്യമാണ് പ്രൈസ്ലോട്ട് ഹാലേലിയ, ആ ലെസ്റ്റിന്റെ ദുരാത്മാവ്. പ്രൈസ്ലോട്ട്. ഇത് പറഞ്ഞാല് അപ്പം പുത്തിഫറിന്റെ ഭാര്യ ജോസഫിനെ വശീകരിച്ചു. അതിന് പറഞ്ഞു കഴിഞ്ഞാല് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സസ് 8 8-ാം വാക്യം പറഞ്ഞാല് അവൻ അതിന് സമ്മതിക്കാതെ യജമാന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല, തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്. അവൾ ദിനം പ്രതിയും ജോസഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിപ്പാനോ അവളോട് അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം തുടർമാനോട് ഈ പിശാചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവവേലയിലായിരിക്കുന്ന ഇപ്പൊ ചർച്ചകളിലാണെങ്കിലും, ഞാനൊക്കെ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ പല സ്ത്രീകൾ വന്നിട്ട് ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പ്രൈസ് എന്റെ മിനിസ്ട്രിയിലാണെങ്കിലും പ്രൈസ് പല പാട്ടുപാടാൻ വന്ന ആൾക്കാർ പിന്നെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ അന്തകാശക്തിയാണ്. അവർ ചിലപ്പോൾ അവർ ജഡത്തിലുള്ള അഭിലാഷം കൊണ്ട് വരുന്നതാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് സാധിക്കാതെ വരുമ്പോൾ പ്രൈസ് ലോർഡ് നമ്മളെ പറ്റി മോശം പറയാൻ ആവശ്യം പറയും. ഇന്ന് അനേക ദൈവദാസന്മാർക്കെതിരെ പറയും. ഇതൊക്കെ ഒരു അന്തകാശക്തി ദുഷ്പ്രവർത്തനമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ചർച്ചുകൾ ഡിസ്ട്രോയ് ചെയ്യുന്നു, പല സ്ഥലങ്ങൾക്ക് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ സാത്താനിക ദൈവദാസന്മാർ കർത്താവിന്റെ അഭിഷിക്തരെ, കർത്താവ് യോജിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തരെ ഏത് രീതിയും തകർക്കാനായിട്ട് അന്ധകാരശക്തികൾ പ്രവർത്തിക്കും. പ്രൈസ് ഏത് രീതിയിലും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം ദൈവവേലയില്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞതെന്ന് വെച്ചാല് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സസ് 12 ഇതിൽ പറഞ്ഞേ, അവൾ അവന്റെ വസ്ത്രം പിടിച്ചു, എന്നോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേച്ച് ഓടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർമാനായിട്ട് നമുക്കറിയാം ജോസഫ് വലിയ പ്രോസിക്യൂഷനിലേക്ക് പോകുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പ്രോസിക്യൂഷനിലേക്ക് പോയി കഴിഞ്ഞപ്പം ഉൽപ്പത്തിയുടെ പുസ്തകം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഉൽപ്പത്തിയുടെ പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സസ് 20 ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 20 വാക്യം പറഞ്ഞു കഴിഞ്ഞാല് ജോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗരത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗരത്തിൽ കിടന്നു. അറിയാത്ത കുറ്റത്തിന്, ചെയ്യാത്ത കുറ്റത്തിന് ജോസഫ് കാരാഗരത്തിലേക്ക് പോയി. അതാണ് കാരാഗരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ലാത്ത അവസ്ഥ, സീറോയായ അവസ്ഥ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടൊരു അവസ്ഥ വരുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ജോസഫിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ വന്നുവെങ്കിലും കർത്താവിന്റെ വെളിപാടിന് കുഴപ്പമില്ല, ദൈവവചനത്തിന്റെ വെളിപാടിന് കുഴപ്പമില്ലായിരുന്നു. കർത്താവിൽ ആശ്രയത്തിന് ജോസഫ് പിന്മാറിയിട്ടില്ല. പ്രൈസ് ലോർഡ്. കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് തന്നെ ആ കാരാഗര പ്രമാണിക്ക് ജോസഫിനോട് താല്പര്യം തോന്നി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രമാണം പറയുന്നത് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സസ് 21 പറയുന്നത്, എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗര പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്ക വണ്ണം അവന് കൃപ നൽകി. പ്രൈസ് ലോർഡ്. അതാണ് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്രമാത്രം പ്രോസിക്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ വരുവാണെങ്കിലും കർത്താവ് ഒരാളെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മളെ സംരക്ഷിക്കുവാനായിട്ട്, കരുതുവാനായിട്ട് കർത്താവ് ആൾക്കാരെ ഏൽപ്പിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സാഹചര്യം കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടരുത്. ഇന്നത്തെ സാഹചര്യം കൊടുത്ത് ബുദ്ധിമുട്ടരുത്. കർത്താവ് നമ്മുടെ ഒപ്പം ഉണ്ട്. പ്രൈസ് ലോർഡ്. ആൾക്കാർക്ക് നമ്മളോട് ദയ തോന്നാൻ ഞാനൊക്കെ കർത്താവിന്റെ വചനം സ്ട്രീറ്റ് പ്രസംഗിക്കുമ്പോൾ പൈസകൾ കൊണ്ട് ആൾക്കാർ തരും. ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ പോയി പ്രസംഗിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവസരത്തിൽ പൈസകൾ കൊണ്ട് തരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട്, പാസ്റ്റർ ഐ വാണ്ട് ടു ബ്ലെസ് യു, I want to send you this amount for you, certain amount for you. Praise the Lord. Hallelujah. The people are doing accordingly. Praise the Lord. Sometimes. Okay. So how this is happening like that? Our God is controlling our life. Our God will help you if you are walking in the spiritual plan of God. Praise the Lord. Always we have to walk in spirit. We have to praise in tongues. We have to each and every time we have to ask help from our God. പ്രൈസ് ദി ലോർഡ്. അതാണ്
നമ്മൾ ദൈവത്തോട് നമ്മൾ ഹെൽപ്പ് ചോദിക്കണം. ദൈവത്തോട് നമ്മൾ ഏത് സമയം നമ്മൾ ആലോചന ചോദിക്കണം. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ പോകരുത്. പ്രൈസ് നമ്മുടെ സ്വന്തം ബുദ്ധി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തകർന്നടിയും. പ്രൈസ് സ്വന്തം ബുദ്ധി എന്ന് കഴിഞ്ഞാൽ സാത്താന്യ ബുദ്ധിയാണ്. പ്രൈസ് സാത്താൻ നമുക്ക് ബുദ്ധി തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ ബുദ്ധി അറിയത്തില്ല. സാത്താൻ കരുതുന്നത് മണ്ടത്തരമാണ് കരുതിയത്. നമ്മുടെ മനസ്സിൽ ചെന്ന് മനസ്സിനെ അറ്റാക്ക് ചെയ്യലാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരക്കൊഴിച്ചുകൊണ്ട് മനസ്സിനെ കഴുകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു അന്താശീതിയുടെ പ്രവർത്തനം നമ്മളിലേക്ക് വരത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതിൽ പറഞ്ഞാൽ ജെൻസി ചാപ്റ്റർ 30:22 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരാഗരത്തിലെ സകല ബന്ധന്മാരെയും കാരാഗര പ്രമാണി യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവർത്തികളൊക്കെയും അവൻ വിചാരകനായിരുന്നു. പ്രവർത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. അവിടെ കാരാഗരത്തിൽ ചെന്നപ്പോഴും കർത്താവ് ജോസഫിനെ മാനിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ദിവസം പോകുമ്പോഴും പ്രൈസ് ലോർഡ് മറ്റുള്ളവരുടെ കരുതൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി വലിയ വലിയ ചർച്ചകൾ എന്നെ കരുതിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചർച്ചകൾ എന്നെ കരുതിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കരുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പോലെ തന്നെ കരുതി മുന്നോട്ട് പോകാനുള്ള കൃപ അവരെ കർത്താവിൽ അവർക്ക് കൊടുത്തതിനോട് നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ്. ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള കൃപ കർത്താവ് തന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിമുട്ട് ഘട്ടങ്ങളിൽ കൂർത്തി അവർ നിൽക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രയാസഘട്ടങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ദൈവനാമം നമ്മൾ വിട്ടു പോകരുത്. കർത്താവിന്റെ മഹത്വം കൊടുക്കണം. പ്രൈസ് ലോർഡ്. ഇതാണ്. അപ്പം ഇതാണ് പറഞ്ഞത്. ജെൻസി ചാപ്റ്റർ 39:23 യഹോവ അവനോടുകൂടി ഇരുന്നു, അവൻ ചെയ്തതൊക്കെയും സഫലമാകുകൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. കർത്താവ് പറയുവാണ്, ജോസഫ് പോയ സ്ഥലങ്ങളിൽ മൊത്തം കർത്താവ് ജോസഫിനോട് കൂടെ ഇരുന്നു. ജെൻസി ചാപ്റ്റർ 39:23 പ്രൈസ് ദി ലോർഡ്. Our God was with Joseph. ജെൻസി ചാപ്റ്റർ 50:20 ഇതിൽ പറയാണ്, ഇത് കഴിഞ്ഞ് കാരാഗരത്തിൽ നിന്നാണ് നേരിട്ട് നമുക്ക് സ്വപ്നങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. നമുക്കറിയാം അവിടെ ജോസഫ് മന്ത്രിയായി. പിന്നെ ആണ് സ്വപ്നം കണ്ട് ആ സ്വപ്നം നിറവേറ്റുവാനായിട്ട് ജെൻസി ചാപ്റ്റർ 50:20 അത് ഉൽപ്പത്തിലെ പുസ്തകം 50 ഇരുപതാം വാക്യം പറയുന്ന കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ നേരെ ജോസഫിന്റെ സഹോദരന്മാരും 10 വർഷങ്ങൾക്ക് മുമ്പേ 13 വർഷങ്ങൾക്ക് മുമ്പേ കണ്ട സ്വപ്നം 13 വർഷത്തിന് ശേഷം നിറവേറ്റപ്പെടുന്നു. സഹോദരന്മാർ ജോസഫിന് മുമ്പേ വന്ന് കുമ്പിട്ട് നിൽക്കുന്നു. പ്രൈസ് ലോർഡ്. പിതാവും വന്ന് നിൽക്കുന്നു. പ്രൈസ് ലോർഡ്. ഇത് പറയാണ് ജെൻസി ചാപ്റ്റർ 50:20 ഇതിലാണ് ഉൽപ്പത്തിലെ പുസ്തകം 50:20 വാക്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണവാക്യ തീർത്തു. അതാണ് ജോസഫിന്റെ ജീവിതത്തിൽ ദോഷം വന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ കർത്താവിനറിയാം. വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് പ്ലാൻ ഔട്ട് ചെയ്യും. നമ്മൾ ഇന്ന് ജീവിക്കണം, നാളെ ജീവിക്കുന്ന, കഞ്ഞി പിടിച്ച് ജീവിക്കണം നമ്മൾ ചിന്തിക്കണം. കർത്താവ് ചിന്തിക്കുന്ന വെച്ചാൽ നമ്മൾ മരണം വരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ഔട്ട് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ പ്ലാൻ ഔട്ട് ചെയ്ത ദൈവമാണ്. അതാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ജെറമ്യയോട് പറഞ്ഞ്, ഞാൻ ജാതികൾക്ക് പ്രവാചകനായിട്ട് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നടന്നു പോണ ഈ ട്രയൽസും ഈ പരാജയങ്ങളും ഈ പ്രോസിക്യൂഷനും ഈ റിജക്ഷനും മൊത്തം പ്രൈസ് ദി ലോർഡ് കർത്താവ് നമ്മളെ നിത്യ പ്ലാനിങ്ങിലേക്ക് കൊണ്ടുപോവാണ്. കർത്താവിന്റെ സ്പെഷ്യൽ പ്ലാനിങ്ങിലേക്കും പർപ്പസിലേക്കും കർത്താവ് നമ്മളെ കൊണ്ടുപോവാണ്. അതിന് കർത്താവിന് താങ്ക്സിംഗ് കൊടുക്കുന്നത്. ജോസഫിനെ 13 വർഷം കൊണ്ട് കണ്ട ഈ സ്വപ്നത്തിൽ ജോസഫ് നടക്കാൻ കാര്യം എത്രമാത്രം ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നു. അതിലൂടെ കർത്താവ് ജോസഫിനെ പഠിപ്പിച്ച് ഉയർത്തി. ആ ക്ഷാമകാലത്ത് നമുക്കറിയാം സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനായിട്ടും അതോടുകൂടി തന്നെ മൊത്തം തലമുറയും രക്ഷിക്കുവാനായിട്ട് കർത്താവ് ജോസഫിലൂടെ പദ്ധതി കണ്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് എനിക്ക് നമ്മോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിലാൽ വിളിക്കപ്പെട്ട വ്യക്തിയാണെന്ന് അറിയാൻ കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ പാട്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളുണ്ടാകും, ഒത്തിരി ഫെയിലിയേഴ്സ് ഉണ്ട്. അത്രമാത്രം അന്തരാശിക്ക് നമ്മൾ തകർക്കാൻ ശ്രമിക്കും, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഇതാണ് ഒന്നാമത്തെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ കോളിങ്ങിൽ നമ്മൾ നടക്കുന്നുണ്ട് എന്നതിനുണ്ട് ഒന്നാമത്തെ തെളിവ്. അതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ സെഷൻ വരുന്ന ആഴ്ച അടുത്ത ദിവസം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പാർട്ട് 2 5 സെഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇവനൊക്കെ പ്രാർത്ഥിക്കാം. ഇന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യും. ഇന്നത്തെ വചനത്തെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇത് വചനം കേട്ട എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തോത്രം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് വചനം കേട്ട് എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പ്രൈസല്ലോ. ഹല്ലേലൂയ. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്നത്തെ വചനം കേട്ട ഓരോ വ്യക്തികൾ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ വചനത്തോടെ വിശ്വാസം കൊടുക്കണം കർത്താവ്. ആ സ്പെഷ്യൽ കോളിങ്ങിലേക്ക് നടക്കുവാനുള്ള കറവ് കൊടുക്കുന്നവരോട് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് സ്പെഷ്യൽ കോളിങ്ങിനെ കുറിച്ച് 5 സെഷൻ എടുക്കാനുള്ള കറവ് തരുന്നതിന് വരുന്ന ദിവസങ്ങളിൽ 4 സെഷൻ എടുക്കാനുള്ള കറവ് വരുന്നതെന്ന് നന്ദി പറയുന്നു. കർത്താവെ, ഇത് പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഫെയിലിയേഴ്സ് ഇതല്ലോ, അതാണ് കർത്താവ് നമ്മളെ വിളിക്കുന്ന സ്പെഷ്യൽ കോളിങ്ങിന്റെ തെളിവ് ആയിട്ട് കർത്താവ് എടുക്കാനുള്ള കറവ് കൊടുക്കുന്നവർക്ക് നന്ദി പറയുന്നു. അതിലൂടെ ദൈവത്തെ അറിഞ്ഞ് ദൈവനാമം മഹത്വപ്പെടുത്തി ദൈവത്തെ കർത്താവിന്റെ കോളിങ്ങിലേക്ക് വരുവാനായിട്ട് അനേകം ആൾക്കാർക്ക് ഇന്ന് കറവ കൊടുക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയും. യേശുവിന്റെ നാമത്തെ കർത്താവ് ഫാദർ ഗോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, I pray for all the people right now, especially the people those are watching online from UK and Europe, in all the states, all the districts, all the provinces, all the countries. I pray for everybody right now. Thank you, God. Thank you for your protecting them. How you are protected Joseph. How you are protected in the Old Testament, all the characters in the Old Testament. Father God, thank you for your giving your protection to each and every people, those who are walking under the persecution. Heavenly Father, thank you for your giving, opening their inner heart and giving your anointing and glory to them. Father God, if there is any of the sickness, any of the things which is coming against their life, thank you for your giving the spiritual revelation, spiritual knowledge to overcome, to come out from their persecution and rejection, from all the trials, whatever they are facing in their life. Father God, I pray for the people, those who are suffering the sickness right now. I sprinkle the blood of Jesus Christ right now. Shantanta balati takan, shantanta balati takani. I sprinkle the blood of Jesus Christ right now. I pray, I declare the healing right now, Father, in the name of Jesus Christ. Shantata balati takan, shantata balati takana radu, fichalata balati tapanaka. In the name of Jesus Christ. I pray for Brother Tomin, Brother Thomas Clare, and Beatrice, Rajamani, Jane Samuel, Tomin, and Betsy, and everybody those are watching online. Heavenly Father, once again, more Julie Joss. Heavenly Father, once again, more I pray for everybody right now. I pray for me in all the work which I'm doing. In Jesus' name. Amen. So God bless everybody. Thank you very much. Okay. The 4 session, okay, 5 session total of the how do you know if God is working in your life? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് തെളിവ് നമുക്ക് എങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും? അത് 5 സെഷൻ 5 പോയിന്റ് എടുക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ. 4 സെഷൻ കൂടെ ബാക്കി കിടക്കുന്നു. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ്. എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.